മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യവുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ സമരപന്തലിലെത്തി. മുനമ്പം ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തെരുവിൽ രക്തം ചീന്താൻ തയ്യാറെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം റദ്ദാക്കണമെന്നും കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എംപിമാരും വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മുനമ്പം സമരത്തിനായുള്ള പിന്തുണയിൽ ഉറച്ചുനിന്നത് ബി.ജെ.പി. മാത്രമെന്ന് സമരസമിതിയും അഭിപ്രായപ്പെട്ടു. മുനമ്പത്തെ വഖഫ് അധിനിവേശ ശ്രമങ്ങൾക്കെതിരായ റിലേ നിരാഹാര സമരം പിന്നിടുന്നത് 113 ദിവസം. സമരപന്തലിലെത്തിയ രാഷ്ട്രീയക്കാരുടെ നിലപാടിൽ ഉറച്ചുനിന്നത് ബി.ജെ.പി. മാത്രമായിരുന്നുവെന്ന് ഇപ്പോൾ തിരിച്ചറിയുകയാണ് സമരസമിതി. സമരപന്തലിൽ ഇന്നെത്തിയ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനെയും ബി.ജെ.പി. നേതാക്കളെയും സമരസമിതി സ്വീകരിച്ചത് ഇതിന് തെളിവായി. സമരത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള നന്ദി ഇവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. ചില രാഷ്ട്രീയ അല്ലെങ്കിൽ ബി.ജെ.പി. ഉള്ള രാഷ്ട്രീയ നേതാക്കളുടെ തനിനിറം വലിച്ചു കീറിയ അല്ലെങ്കിൽ തുറന്നു കാട്ടിയ ഒരു സമരമാണ് മുനമ്പം സമരം. ഞാൻ ഇതിന്റെ ഒന്ന് രണ്ട് ചരിത്രങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ രാധാകൃഷ്ണൻ സാർ ഇരിപ്പുണ്ട്. നമ്മൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വ്യക്തി കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ശിക്ഷനും കൂടിയാണ്. മഹാരാഷ്ട്രയിലെ 2 വർഷം അദ്ദേഹത്തിന്റെ കീഴിൽ വിദ്യാഭ്യാസിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം ഓർക്കുകയാണ്. അന്ന് ഇവിടെ സ്ഥാനാർത്ഥി സംഗമം നടന്നിരുന്നു. ആർജവത്തോടുകൂടി ഇതൊരു ചതിയാണെന്ന് ആ സ്ഥാനാർത്ഥി സംഗമത്തിൽ പറഞ്ഞ ഒരേ ഒരു സ്ഥാനാർത്ഥി കെ. എസ്. രാധാകൃഷ്ണൻ സാറാണ്. ബി.ജെ.പി. മുനമ്പം സമരത്തിന് പിന്തുണ നൽകിയത് സംസ്ഥാന നേതൃയോഗത്തിന്റെ തീരുമാനപ്രകാരമാണെന്ന് കെ. സുരേന്ദ്രൻ വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം റദ്ദാക്കണമെന്നും കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എംപിമാരും നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്നുമാണ് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത്. നിങ്ങൾ UDF-ഉം LDF-ഉം ചേർന്ന് ഒരു നിയമം പാസ്സാക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ UDF-ഉം LDF-ഉം കേരള നിയമസഭ പാസ്സാക്കിയ ഐക്യകണ്ഠേനയുള്ള പ്രമേയം പിൻവലിച്ച് വഖഫ് ബോർഡിന്റെ നിലപാടിനെതിരായ നിലപാട് പറയണം. രണ്ടാമത്തെ ഞങ്ങൾ അഭ്യർത്ഥന, കേരളത്തിൽ നിന്ന് 28 എംപിമാരുണ്ടല്ലോ ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട്. ഞങ്ങൾ 2 എംപിമാര്, ഒരാളാണ് ഞങ്ങൾക്കുള്ളത് ലോക്സഭയിലേക്ക്, ഒരാൾ ജോർജ് കുര്യൻ ഇവിടുന്നല്ല, മധ്യപ്രദേശിൽ നിന്ന്. പക്ഷെ 27 എംപിമാർ LDF-നും UDF-നുമാണ്. 19 ലോക്സഭയും 8 രാജ്യസഭയും. അവരെല്ലാവരും ചേർന്ന്, അവരുടെ പാർട്ടി നിലപാട് എന്തും ആവട്ടെ, അവരെല്ലാവരും ചേർന്ന് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ വരുന്ന വഖഫ് പരിഷ്കാര നിയമത്തിന് അനുകൂലമായിട്ട് കൈ ഉയർത്തണം. ഈ 2 ഡിമാൻഡാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. മുനമ്പം വിഷയത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൈക്കൊള്ളുന്നത് ഒരേ നിലപാടാണെന്ന് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ഈ പ്രീണനത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇരുമുന്നണികൾക്കും ഉണ്ടാകും. ഈ വിഷയത്തിൽ LDF-ഉം UDF-ഉം വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിച്ചത്. അക്കാര്യത്തിൽ വോട്ട് ബാങ്കിനെ ഭയപ്പെട്ട് വർഗീയ ശക്തികളോടൊപ്പം നിൽക്കുന്നത് ആത്യന്തികമായി CPM-നും കോൺഗ്രസിനും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയിൽ മുൻകാല പ്രാബല്യത്തോടെ വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ ഉറപ്പ് സമരസമിതിയെ അറിയിച്ചാണ് ബി.ജെ.പി. നേതാക്കൾ മടങ്ങിയത്. ജനം, കൊച്ചി.